16 കോച്ചുകളുള്ള പഴയ വന്ദേ ഭാരതിന് പകരമെത്തിയ 20 കോച്ചുകളുള്ള പുതിയ വന്ദേ ഭാരതിന്റെ ആദ്യ യാത്ര വമ്പൻ ഹിറ്റ്. ആദ്യ സർവീസായ ഇന്നലെ രാവിലെ 5:15 ആകെയുള്ള 1440 സീറ്റുകളിലും യാത്രക്കാരെ നിറച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ടത്. ആദ്യ ദിനം 100% ബുക്കിംഗ് ലഭിച്ചത് റെയിൽവേക്കും വൻ പ്രതീക്ഷയാണ് നൽകുന്നത്. അധികമായി 4 കോച്ചുകൾ കൂടി ഉൾപ്പെടുത്തിയതോടെ 312 സീറ്റുകളാണ് അധികം ലഭിച്ചിരിക്കുന്നത്. ഓറഞ്ച് നിറത്തിലുള്ള റേക്കാണ് കേരളത്തിനായി അനുവദിച്ചിരിക്കുന്നത്. സീറ്റുകൾ കുറവാണെന്ന പരാതിക്കും ഇതോടെ പരിഹാരമായിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 5:15 ട്രെയിൻ തിരുവനന്തപുരത്തു നിന്നും പുറപ്പെട്ടത്. ഉച്ചയ്ക്ക് 1:20 കാസർഗോഡ് എത്തി. വരും ദിവസങ്ങളിലും ടിക്കറ്റ് ബുക്കിംഗ് പൂർത്തിയായതായാണ് വിവരങ്ങൾ. ന്യൂഡൽഹി, വാരണാസി, നാഗ്പൂർ, സെക്കന്ദരാബാദ് റൂട്ടുകളിലാണ് ആദ്യമായി 20 കോച്ചുള്ള വന്ദേ ഭാരത് ട്രെയിനുകൾ ഉപയോഗിച്ചത്. കേരളത്തെ കൂടാതെ തിരുനെൽവേലി, ചെന്നൈ, എക്മാർ എക്സ്പ്രസിനും ഈ ട്രെയിനുകൾ അനുവദിച്ചിരുന്നു. അതേസമയം മറ്റ് വന്ദേ ഭാരത് എക്സ്പ്രസുകളെ അപേക്ഷിച്ചുകൊണ്ട് 15%-ലേറെ സംഭരണ ശേഷിയുള്ളവയാണ് 20 കോച്ചുള്ള വന്ദേ ഭാരത്. കാഴ്ച വൈകല്യമുള്ളവർക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സംവിധാനം, അത്യാധുനിക സൗകര്യങ്ങളുമുണ്ട്. നൂതന ഷോക്ക് അബ്സോർബറുകൾ, സസ്പെൻഷൻ സംവിധാനങ്ങൾ, ഓരോ കോച്ചിലും വീൽ ചെയറുകൾക്കുള്ള ഇടം, കുഷിങ്ങിനുള്ള സീറ്റുകൾ, ബ്രെയിലി എംബോസ് ചെയ്ത സീറ്റ് നമ്പറുകൾ തുടങ്ങിയവയാണ് ഉള്ളത്. അതേസമയം ഓരോ ദിവസം കഴിയും തോറും ഇന്ത്യൻ റെയിൽവേയുടെ അഭിമാനമായി മാറിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ് വന്ദേ ഭാരത് എക്സ്പ്രസുകൾ എന്നെടുത്തു പറയേണ്ടതില്ല. കേരളത്തിലടക്കം സർവീസ് നടത്തുന്ന ട്രെയിനുകൾ വലിയ വരുമാനമാണ് ഇന്ത്യൻ റെയിൽവേക്ക് ഖജനാവിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ റൂട്ടുകളിലേക്ക് വന്ദേ ഭാരത് സ്ലീപ്പർ അടക്കം റെയിൽവേ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇപ്പോഴിതാ വന്ദേ ഭാരത് എക്സ്പ്രസിനെ കൊണ്ട് വരുമാനം ഇരട്ടിപ്പിക്കാനുള്ള പുതിയ വഴി തുറന്നിരിക്കുകയാണ് ഇന്ത്യൻ റെയിൽവേ. വന്ദേ ഭാരത് എക്സ്പ്രസിൽ സിനിമ ചിത്രീകരിക്കാൻ റെയിൽവേ അനുമതി നൽകി കഴിഞ്ഞു. മുംബൈ അഹമ്മദാബാദ് റൂട്ടിലോടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസിൽ പരസ്യ ചിത്രം ചിത്രീകരിക്കാനാണ് പശ്ചിമ റെയിൽവേ അനുമതി നൽകിയിരിക്കുന്നത്. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ബുധനാഴ്ച ഒരു ദിവസത്തെ ചിത്രീകരണത്തിന് 21 ലക്ഷം രൂപ ഇന്ത്യൻ റെയിൽവേക്ക് ലഭിക്കുകയുണ്ടായി. വന്ദേ ഭാരതിൽ ഇത് ആദ്യമായാണ് ചിത്രീകരണം അനുവദിച്ചത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 4 പരസ്യ ചിത്രങ്ങൾ, 3 ഫീച്ചർ ഫിലിമുകൾ, ഒരു വെബ് സീരീസ്, ഒരു TV പ്രൊമോ ഷൂട്ട് എന്നിവയുൾപ്പെടെ 9ഓളം ഷൂട്ടിങ്ങുകളാണ് നടന്നത്. ഇവയിൽ നിന്ന് മാത്രം പശ്ചിമ റെയിൽവേക്ക് 1 കോടിയോളം വരുമാനമായി ലഭിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഏകജാലക ക്ലിയറൻസ് സംവിധാനം നിലവിൽ വന്നതോടെ സിനിമാ ചിത്രീകരണത്തിന് അനുമതി ലഭിക്കുന്നത് എളുപ്പമായതായി റെയിൽവേ അറിയിച്ചു. പുതിയ സംരംഭം ഭാവിയിൽ റെയിൽവേയുടെ വരുമാനം വർദ്ധിപ്പിക്കാനും സഹായിക്കും. കൂടാതെ റെയിൽവേ ലൊക്കേഷനുകളിലേക്ക് സിനിമാക്കാരെ ആകർഷിക്കാനും കാരണമാകുമെന്ന് പശ്ചിമ റെയിൽവേ അധികൃതർ അറിയിച്ചു. കൃത്യമായ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സിനിമാ ചിത്രീകരണത്തിനായി ട്രെയിൻ ഉപയോഗിക്കാൻ അനുമതി നൽകി എന്നാണ് പശ്ചിമ റെയിൽവേ അധികൃതർ വ്യക്തമാക്കിയത്. സിനിമാ ചിത്രീകരണത്തിനായി വന്ദേ ഭാരത് എക്സ്പ്രസ് വിട്ടു നൽകിയതിലൂടെ പ്രതിഫലമായി 23 ലക്ഷം രൂപയാണ് റെയിൽവേക്ക് ലഭിച്ചത്. തലേ ദിവസം മുംബൈ അഹമ്മദാബാദ് പാതയിൽ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തിയിരുന്നു. ഈ യാത്രയിൽ നിന്നും ഏകദേശം 20 ലക്ഷത്തോളം രൂപയാണ് വരുമാനമായി ലഭിച്ചതെന്നും റെയിൽവേ കൂട്ടിച്ചേർത്തു. വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ട്രെയിനുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, മറ്റ് റെയിൽവേ പരിസരങ്ങൾ എന്നിവ വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ വിട്ടു നൽകാറുണ്ട്. ഇതാദ്യമായാണ് വന്ദേ ഭാരത് എക്സ്പ്രസിൽ സിനിമാ ചിത്രീകരണത്തിന് അനുമതി നൽകിയതെന്ന് പശ്ചിമ റെയിൽവേ PRO വിനീത് അഭിഷേക് വ്യക്തമാക്കി. സിനിമാ ഷൂട്ടിങ്ങുകളിൽ നിന്നുള്ള വരുമാനം റെയിൽവേ മേഖലയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കും നവീകരണങ്ങൾക്കുമായി ഉപയോഗിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.